ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പോൾ നല്ലോണം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് നിറയെ മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഉപ്പും ബേക്കിംഗ് സോഡയും കൂടിയിട്ട് 1/4 ടീസ്പൂൺ. ഇവയെല്ലാം ചേർത്ത് 2-3 തവണ നല്ലോണം അരിച്ചെടുക്കാം. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് വെറ്റ് ഇൻഗ്രീഡിയൻസും തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ബീറ്റർ ഉപയോഗിച്ച് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ പൊടിച്ച് വെച്ച 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം കുറച്ച് നേരം ബീറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഈ ഒരു സ്ട്രക്ചറിലായിട്ടുണ്ടാവും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ഓയിൽ നല്ലോണം മിക്സ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി എടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഒരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസിനൊപ്പം കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും തമ്മിൽ പെട്ടെന്ന് മിക്സായി കിട്ടും. ഇനി ഇത് ഒരു കേക്കിൻ്റെ മോൾഡിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ വെച്ച് മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ബബിൾസ് എല്ലാം ഒന്ന് പോവാൻ വേണ്ടിയിട്ട് മോൾഡ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഇഡ്ഡലി ചെമ്പിലേക്ക് മോൾഡ് ഇറക്കി കൊടുക്കുകയാണ്. കറക്റ്റ് 30 മിനിറ്റ് ആയി. തുറന്ന് നോക്കിയപ്പോൾ സ്പഞ്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടൊന്ന് വിട്ടു പോയപ്പോൾ മോൾഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. സ്പഞ്ച് ഇപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ മിൽക്ക് കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ അതാണ്. ഈ സ്പഞ്ചിനെ ഇനി മിൽക്ക് വെച്ച് നല്ലോണം വെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെറ്റ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ അടുത്ത് ഈ സ്പഞ്ചിന് കറക്റ്റായിരിക്കുന്ന ഒരു പാത്രം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കേക്കിൻ്റെ മോൾഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സ്പഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യമായിട്ട് ഫോർക്ക് വെച്ചിട്ടൊന്ന് നല്ലോണം കുത്തി സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ടാണ് മിക്സ് ഒഴിക്കണം. ഞാൻ ആദ്യം ആ സ്റ്റെപ്പ് മറന്നുപോയി. ഇതിലേക്ക് വെച്ച് സ്പഞ്ചിനെ നല്ലോണം വെറ്റാക്കി എടുക്കാം. ഇപ്പം നമ്മളെ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു നോസിലിട്ടിട്ട് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിസൈനിങ്ങിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറിയും അതുപോലെ കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൽക്ക് കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മിൽക്കിൻ്റെ മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടും കഴിക്കാം. ഞാനിപ്പോൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. എണ്ണ പോലെ നല്ല അലിഞ്ഞു പോണൊരു കേക്കാണിത്. വളരെ സിമ്പിളാണ്, കുറച്ച് സമയമേ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ.